പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നു വരുവാൻ കഴിഞ്ഞാൽ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ എന്ന സ്ഥലത്താണ്. ഇത് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്ന ഒരു വലിയ കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 14 2025 സാൽവേഷൻ ആർമി ഗ്രൗണ്ട് ട്രിവാൻഡ്രത്ത് നടന്ന അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ ഒരു രണ്ടാമത്തെ സീസണെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഏകദേശം 1000കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി 1000ഓളം സഹോദരി സഹോദരന്മാർ കർത്താവിനെ ആരാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ ട്രിവാൻഡ്രം പട്ടണത്തിലും കേരളത്തിലെ ആകമാനം ദൈവം സഹായിച്ചു. ഭാരതത്തിൽ 6.5 ലക്ഷം ഗ്രാമത്തെ സ്പർശിക്കുന്ന അസാധാരണമായ ഉണർവിന്റെ ഭീമമായി 146 കോടി ജനത്തെ യേശുവിനാൽ ഉണർവിന്റെ ഭീമമായി ചലിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. കൃപയുള്ളവർ പറഞ്ഞു, അഭിഷേകമകത്തുള്ള 10,000 ലക്ഷങ്ങൾ അനന്തപുരിയുടെ രാജവീതിയിലൂടെ തീ പിടിച്ചു മാർച്ച് ചെയ്യുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സീസൺ 2 ഈ വരുന്ന 2026 ഒക്ടോബർ മാസം 2 പുത്രിക്കണ്ട മൈതാനത്ത് ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ മീറ്റിങ്ങുകൾ നടന്നു. വലിയ ദൈവപ്രവൃത്തികൾ ദേശത്തുണ്ടാകുവാൻ ദൈവം അനുവദിച്ച ഒരു ഗ്രൗണ്ടാണ്. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായിട്ട് സഭാ വ്യത്യാസം ഇല്ലാതെ, ഡിനോമിനേഷൻ ബാരിയേഴ്സ് ഇല്ലാതെ അഭിഷിക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കൈകോർക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തിയായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത 2000 പേർ ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുകയാണ്. അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 2000 പേര് ആരാധിക്കുക മാത്രമല്ല, 2000 സഹോദരി സഹോദരന്മാരുടെ കയ്യിലും വാദ്യ ഉപകരണങ്ങളുണ്ട്. കൈത്താളങ്ങളോടെ കർത്താവിനെ ആരാധിപ്പാൻ, വ്യത്യസ്തമായ തലങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങളും മുതിർന്നവരും വിവിധ പ്രായക്കാർ, പ്രായഭേദമന്യേ ഒരുമിച്ച് യേശുവിനെ മഹത്വപ്പെടുന്ന ഒരു അസുലഭ സന്ദർഭമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്രയുടെ 1-2 അനുഭവങ്ങളും അതുപോലെ ദൈവം ഞങ്ങൾ നടത്തിയ വിധങ്ങളും ഈ സീസണിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞ വ്യത്യസ്തമായ അനുഭവങ്ങളെ പറ്റി നിങ്ങളോടൊപ്പം സംസാരിക്കാനാണ് ഞങ്ങൾ ഈ ലൈവിൽ കൂടെ കടന്നു വന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ തോമസ് അവറുകൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം നമ്മോട് ഇന്നലെ മുതൽ നടന്ന മീറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു രൂപരേഖ നമ്മളോട് സംസാരിക്കും. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. സീസൺ 2 ഈ വരുന്ന ഒക്ടോബർ മാസം 2 തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ പുത്തരിക്കണ്ട മൈതാനിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ മ്യൂസിക്കൽ കോൺസെർട്ടിൻ്റെ ഒരു പ്രൊമോഷണൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ നിങ്ങൾക്ക് ആദ്യം പത്തനംതിട്ട ജില്ലയിലും പിന്നീട് കോട്ടയം ജില്ലയിലും ഇന്ന് മുണ്ടക്കയത്തും തുടർന്ന് ഏലപ്പാറയിലും നാളെ അടിമാലി, തൃശ്ശൂർ തുടങ്ങിയ മേഖലകളിൽ ഞങ്ങൾക്കിതിൻ്റെ പ്രൊമോഷണൽ മീറ്റിംഗ് നടത്താനായിട്ട് കർത്താവ് ഞങ്ങൾ യാത്രയിലാണ് ആയിരിക്കുന്നത്. ഒരു വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ഈ മീറ്റിങ്ങിനെ കുറിച്ചുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് കോൺസെർട്ട് എന്നതിനേക്കാൾ ഉപരി ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. നമ്മുടെ
കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ദൈവമക്കൾ ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആർപ്പിട്ട് ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിക്കുള്ള മുഖാന്തരങ്ങൾ അവിടെ ഓപ്പൺ ആക്കുക. ആമേൻ. അതൊരു വലിയ ലക്ഷ്യമാണ്. അത് വലിയൊരു ദർശനത്തിന്റെ സാക്ഷാത്കാരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെ സന്തുഷ്ടരായിട്ടാണ്. കാരണം ഞങ്ങൾ വിജയം കണ്ടവരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്താകും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് 10,000-ത്തിലധികം ആളുകൾ ആ ഗ്രൗണ്ടിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഇടയാക്കി തീർത്തെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന്റെ ഇരട്ടി ആളുകൾ ഈ പ്രാവശ്യം പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഒരുമിച്ച് കൂടി വലിയൊരു ദൈവപ്രവൃത്തി ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഭാഗമായി തീരുവാൻ, കാരണം ഇവിടെ ഉണർവ് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വെയിൽസിലുണ്ടായതിനേക്കാൾ, അതായത് അസൂസിയ സ്ട്രീറ്റിലുണ്ടായതിനേക്കാൾ, പെൻസിൽക്കോളയിൽ ഉണ്ടായതിനേക്കാൾ, അതായത് പണ്ഡിറ്റ് രമാഭായുടെ നേതൃത്വത്തിൽ പൂനെയിൽ ഉണ്ടായതിനേക്കാളൊക്കെ അസാധാരണമായ ദൈവിക ഉണർവ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കും, കേരളത്തിൽ നടക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞ ആത്മീയ ദൂതിന്റെ അതിന്റെ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി, ആ വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു ഒരുക്കത്തിലാണ്, അതിന്റെ ഒരു സന്തോഷത്തിലാണ്, അതിന്റെ തയ്യാറെടുപ്പിലാണ്. ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാസ്റ്റർ സിബി തങ്കച്ചൻ അവറുകളാണ് നമുക്ക് ഈ മീറ്റിംഗിലെ പാട്ടുകൾ പഠിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിന് വേണ്ടി പിള്ളേരെല്ലാം സജ്ജരാക്കി 1000 പേരെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വം പാസ്റ്റർ സിബി പാസ്റ്റർ അതുപോലെ ജേക്കബ് പാസ്റ്റർക്ക് നേതൃത്വം വഹിച്ചാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണയും അതിൻ്റെ ഒരു ഇരട്ടി ചുമതലയാണ് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് ഒരുമിച്ച് ദൈവത്തെ നമ്മൾ ആരാധിക്കും. ആ ഗ്രൗണ്ട് മുഴുവനും ദൈവിക ആരാധന, യേശുവിൻ്റെ നാമം മഹത്വപ്പെടും. സോ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ജീസസ്. ആമേൻ. അത് ഇന്ന് രാവിലെ മുണ്ടക്കയത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ചില അനുഭവങ്ങളുണ്ടായി. ഒത്തിരി സഹോദരിമാർ, കുഞ്ഞുങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തവരെല്ലാം പാട്ടുകൾ 20ഓളം പാട്ട് എഴുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ വർഷിപ്പ് ലീഡേഴ്സായും ആരാധന വീരന്മാരായും ആരാധിക്കാനുള്ള ഒരു ആഗ്രഹവും ആരാധനയുടെ ഒരു അഭിഷേകവും ഈ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്നു എങ്കിൽ ഈ 2026 ഒക്ടോബർ മാസം നടക്കുന്നതിൽ സൂപ്പർ നാച്ചുറൽ ഗ്ലോറി വെളിപ്പെടും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. കഥാനദാസൻ പാസ്റ്റർ സിബി തങ്കച്ചൻ അവരുകളിലേക്ക് സമയം കൈമാറുകയാണ്. ദേവദാസൻ അനുജയ്ക്കത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെ പ്രതീക്ഷയിലും വളരെ ആകാംക്ഷയിലുമാണ്. ഈ ദിവസങ്ങളിൽ, നീണ്ട ദിവസങ്ങളിൽ യാത്രകളിലും പ്രൊമോഷൻ മീറ്റിങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ യാത്രകളിലാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 1000 പേരെ കൂട്ടി ഇതുപോലെ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്യാൻ സഹായിച്ചു. ഇപ്രാവശ്യം 2000 പേരെ ചേർത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഭാരത ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു ഗാദറിംഗ് നടക്കുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടത്താൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഏത് സഭയിലുള്ളവരാണെങ്കിലും ഏത് ഡിനോമിനേഷനുകളിലുള്ളവരാണെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ഇതൊരു പ്രത്യേക സംഘടനയുടെയോ സഭയുടെയോ ഒരു പ്രോഗ്രാമല്ല. അതുകൊണ്ട് ഇത് കാണുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ ചർച്ചിലുള്ളവരെയും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവരെയൊക്കെ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാനും മാത്രമല്ല ഇതിന്റെ കൊയറിന്റെ ഭാഗമായിട്ട് മാറാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കൊയറിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയും പുത്തരിക്കണ്ടം മൈതാനം ദൈവത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിറയും. ദൈവിക ആരാധനയുടെ നിമിഷങ്ങളായി പുത്തരിക്കണ്ടം മൈതാനം മുഴുവൻ മാറും. അത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു ആത്മീക അനുഭവമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് മിസ് ചെയ്യരുത്, ഒരിക്കലും മറന്നു പോകരുത്. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നും ദൈവജനം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്ന് വരെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് നടന്നു വരാം, കൊയറിൽ ജോയിൻ ചെയ്യാം, നിങ്ങളുടെ പ്രിയമുള്ളവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ഒരുമിച്ച് നിൽക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് സിപാഷ പറഞ്ഞ പോലെ കൊയറിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വാട്സപ്പ് ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറും ഈ താഴെ സ്ക്രീനിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ പാട്ടുകൾ പഠിക്കുവാനും എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം, അതിൻ്റെ യൂണിഫോം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോട് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ എല്ലാ ദിവസവും രാത്രി 10 മണിക്കെല്ലാം പ്രാർത്ഥനകൾ നടക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥനയാണ് നമ്മുടെ പിൻബലം. നൂറുകണക്കിന് വ്യക്തികൾ നമ്മളെല്ലാം പ്രാർത്ഥനയോടെ വലിയ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു. മഴയ്ക്കായി കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. മറ്റൊരു ഹൈലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിൽ കഥാവനദാസൻ പാസ്റ്റർ ജേക്കബ് ജി പോൾ അവர்கள் കാഹളമൂതി ഒരു സൂപ്പർ നാച്ചുറൽ ഗ്ലോറി അവിടെ വെളിപ്പെടുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം നമ്മളോടൊപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ദൈവം നൽകിയ ആ ഒരു ഗൈഡൻസിൽ പ്രാർത്ഥനാ വേളയിൽ ആരാധന വേളയിൽ കാഹളം ഊതിയപ്പോൾ ഒരു ഭയങ്കര അന്തരീക്ഷം സഭകളിൽ തുറക്കപ്പെടുന്ന കാണുവാനായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു സംതിങ് ഗ്ലോറിയസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തുകൊണ്ട് പാസ്റ്റർ ആ ഒരു ഗൈഡൻസ് പരിശുദ്ധാത്മാവ് നൽകിയെന്നൊന്ന് സംസാരിക്കാൻ വേദവശം പറഞ്ഞു യഹോവയുടെ ആലയത്തിന്റെ ഇപ്പോഴത്തെ മഹത്വം മുമ്പത്തേക്കാൾ മഹത്വരമായി. ഈ ഒരു ദർശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ 6 മാസത്തോളമായി നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതിന്റെ ഓരോ സ്റ്റേജിനകത്തും ശക്തമായ ദൈവ സാന്നിധ്യം, ഇത് ദൈവത്താൽ സംഭവിക്കുന്നു, ദൈവത്താൽ നടത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഒരു വലിയൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിനകത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഉള്ളിൽ നമ്മളെ ഇതിനകത്തിരിക്കുന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ മഹത്വം വെളിപ്പെടണം. വേദവശം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽ ജനത്തിന്റെ ജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് അവിടെ സ്തുതിയായിരുന്നു. വാഗ്ദത്തമുള്ള ഇസ്രായേൽ ജനത്തിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് മുമ്പ് വലിയൊരു വെല്ലുവിളിയായി യെരിഹോ മതിലുണ്ടായിരുന്നു. അവിടെ വേദവശം പറഞ്ഞു, ആട്ടിൻ കൊമ്പൂതി ജനം അടുത്ത് കാഹളം ഊതി ജനാർപ്പിട്ട് ആരാധിച്ചപ്പോൾ ഒരു വലിയ ദൈവശക്തി ഇറങ്ങി വന്ന് വന്മതിൽ ഇടിച്ചു. ജനം അവർ സ്വതന്ത്രമായ വാഗ്ദത്തിനകത്ത് കയറി. ഈ കാഹളം എൻ്റെ കയ്യിൽ കിട്ടിയ നാള് മുതൽ എൻ്റെ ഉള്ളിൽ ആഗ്രഹം കൂടെയാണ്. ഇത് കേരളത്തിലെല്ലാം സഞ്ചരിച്ച് എവിടെയെല്ലാം പോയി കാഹളം ഊതാൻ കഴിയുമോ ഈ കാഹളം ഊതണം. ഓരോ ദേശത്തിലെ വൻമതിലുകൾ ഇരിയണം. നമ്മൾ അതിന്റെ റൈറ്റ് ടൈമിൽ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. ഇതിനകത്ത് ഒത്തിരി എന്താ പറയുക പ്രതികൂലമായ ആരോപണങ്ങളോ സംസാരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഒറ്റ ലക്ഷ്യം മഹത്വം വെളിപ്പെടണം. അതിന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ കൃത്യതയോടെ ചെയ്യുക. പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യത്തിൽ തന്നെ അഭിപ്രായങ്ങൾ പല വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഒരു വിമർശന ബുദ്ധിയോടെ നോക്കാതെ ഇതിനകത്ത് ഒരു നന്മ കണ്ട് കാര്യം നമ്മുടെ ഉദ്ദേശം മനസ്സിലായി. ഉള്ളിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണർവിനെ കുറിച്ചൊരു ആഗ്രഹം, ദൈവപ്രവൃത്തിയെക്കുറിച്ചൊരു ആഗ്രഹം അതില്ലാത്തവരാരുമില്ല. അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്തില്ല, കർത്താവിനോട് സ്നേഹിക്കത്തില്ല. യേശുവിനോടുള്ള സ്നേഹത്തിൽ താങ്കളായിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും, ഏത് ജനറേഷനിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നമ്മുടെ ഉള്ളിലൊക്കെ ഭാരതം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടണം. ഭാരതത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർ യേശുവിനെ കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതാണോ ഉണർവെന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല. ബട്ട് വി ആർ അറ്റംപ്റ്റിങ്. ഇതെല്ലാം നമ്മളൊരു അറ്റംപ്റ്റാണ്. ഞങ്ങളൊരു ആഗ്രഹിക്കുക ദൈവപ്രവൃത്തി വെളിപ്പെടണം. യേശുവിൻ്റെ കരം ദേശത്തെ തൊടണം. സമാധാനം ദേശത്ത് വെളിപ്പെടണം. ദൈവപ്രവൃത്തി അസാധാരണമായി വെളിപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കും. നെഹമ്യാവ് പറഞ്ഞ യഹോവയുടെ ദാസന്മാരെ നമ്മൾ എഴുന്നേറ്റ് പണിയും. കാരണം യഹോവ കാര്യം സാധിപ്പിക്കാൻ റെഡിയാണ്. ദൈവം തയ്യാറാണ്. പിന്നെ നമ്മൾ എന്തിനാ വൈകുന്നത്? നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സമയത്ത് സഭ വ്യത്യാസമില്ലാതെ വേറെ ഒരു ബാരിയറും നോക്കാതെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രഞ്ജി ജോൺ അവരുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഒരു 10 പതിറ്റാണ്ടുകൾ കർത്താവിന് വേണ്ടി പല സ്ഥലങ്ങളിലും കേരളക്കരയിലെല്ലാം ആരാധനയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ ഓടി ആയിരക്കണക്കിന് ജനത്തെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ആരാധന നയിച്ച വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഒരു സഭാധ്യക്ഷനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഒരു അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായിട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ ഉണർവിനെ കുറിച്ച് ഒരു ആത്മീയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു ആഗ്രഹത്തോടെ താൻ യാത്ര ചെയ്യുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ പ്രാവശ്യം വളരെ എക്സൈറ്റഡ് ആയിട്ട് ജനത്തേക്ക് ലീഡ് ചെയ്യാനിടയിൽ അദ്ദേഹം നമ്മളോട് അല്പസമയം സംസാരിക്കും. അതാണ് ദാസ് പറഞ്ഞത് തന്നെ. കഴിഞ്ഞ ഹലാൽ മ്യൂസിക് കോൺസർട്ടിന് ശേഷം ഈ വരുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി 4 മണിക്ക് പുത്രിക്കണ്ടം മൈതാനിയിൽ അന്ന് 1000 പേരായിരുന്നു. ഇന്ന് 2000 പേരിലധികം വാദ്യോപകരണങ്ങളുമായി പുത്രിക്കണ്ടം മൈതാനിയിൽ അണിനിരക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തി. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. കോവിഡിന് ശേഷം ആദ്യമായാണ് 1000-ത്തിലധികം ദൈവമക്കൾ ഒരുമിച്ച് നിന്ന് ദൈവത്തെ പാടി ആരാധിച്ചത്. ഈ വരുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി 4 മണിക്ക് 2000-ത്തിലധികം ഗായകർ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്നു എന്ന് പറഞ്ഞാൽ പഴയകാല ഒരു
3 ജനറേഷൻ ബാക്കിലോട്ടുള്ള പാട്ടുകളും വാദ്യോപകരണങ്ങളുമായി തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിലെത്തുകയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലൂടെ വലിയ വൻ കാര്യങ്ങൾ പട്ടണത്തിൽ നടക്കാൻ പോകുന്നു. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഏതൊക്കെ സഭകളുണ്ടോ ആ സഭകളുടെ അകത്തെല്ലാം അസാധാരണമായ ദൈവമഹത്വവും ദൈവപ്രവൃത്തിയും ഉണ്ടാകും. നിങ്ങൾ മറക്കരുത്. ഒക്ടോബർ മാസം 2-ാം തീയതി 4 മണി മുതൽ വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രത്യേകിച്ച് ഇതിനകത്ത് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ബൈബിൾ പറയുന്ന സങ്കീർത്തനം 150 തപ്പിനോട് നൃത്തത്തോടും ദൈവത്തെ ആരാധിക്കും, വാദ്യഘോഷങ്ങളോട് ദൈവത്തെ ആരാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക ഒരു ഹൈലൈറ്റ് ആയിരുന്നു ചെണ്ടമേളം എന്ന്. ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ ചെണ്ടമേളം ആ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്കറിയാവുന്ന പഴയ പാട്ടുകൾ പാടി അതിനെ ഒരു ഫ്യൂഷൻ ചെയ്ത് ദൈവത്തെ മോഹപ്പെടുത്തിയ കർത്താദാസൻ പാസ്റ്റർ പ്രശാന്ത് അവറുകൾ നമ്മളോടൊപ്പം. അദ്ദേഹത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ചില സർപ്രൈസാണ്, വലിയ ദൈവപ്രവൃത്തികൾ, നമ്മൾ ചിന്തിക്കാത്ത സംഭവങ്ങളൊക്കെ കാണുന്ന. നേരത്തെ പാസ്റ്റർ രഞ്ജി ജോൺ അവറുകൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞ് നമുക്കറിയാം ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്നുണ്ട്, മില്ലേനിയലുണ്ട്, ഒരു ഗൂഗിൾ ജനറേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് അണിചേർന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൽ 5 വയസ്സുള്ള പിള്ളേർ കാണും, 50 വയസ്സുള്ള ആൾ കാണും, 25 വയസ്സുള്ള ആൾ കാണും, 70 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഹൈലൈറ്റ് ഉണ്ടാവും. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2000 പേര് ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഒരു നമ്മളെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കാലങ്ങൾക്ക് മുമ്പ്, ഞാൻ കണ്ടുപിടിക്കുന്ന എൻ്റെ പ്രായത്തിനൊക്കെ മുമ്പ് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് നല്ല മനോഹരമായ രീതിയിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് കൈയടിച്ചും ബാൻഡും തമ്പേറൊക്കെ വായിച്ചൊക്കെ പാടുന്ന ഒരു ആരാധനയില്ലയോ, ആ ആരാധനയുടെ ഒരു ഹൈലൈറ്റ് ഫീലും 2000 പേര് ഒരുമിച്ച് ഡ്രമ്മെല്ലാം പഠിച്ച് ആരാധിക്കുന്ന ആ ഒരു ഹൈലൈറ്റ് നിങ്ങൾ കാണാൻ പോവുകയാണ്. സോ മിസ് ചെയ്യരുത്. അതാണ് ദാസൻ പാസ്റ്റർ പ്രശാന്ത് അവറുകൾ. ശക്തമായ ഒരു ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി സങ്കീർത്തനങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാരണം സങ്കീർത്തന പുസ്തകത്തിനകത്ത് 150-ാം സങ്കീർത്തനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് സകല വിദ്യ വാദ്യങ്ങളോടുകൂടി നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കാൻ. നമുക്കറിയാം ഇന്ത്യക്കകത്ത് തന്നെ പല സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് കണക്കായിട്ടുള്ള വാദ്യോപകരണങ്ങളുണ്ട്. നമുക്കറിയാം കേരള ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ചെണ്ടയാണ്, തമിഴ്നാട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് തകിലാണ്, കർണാട്ടിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് തബലയാണ്. ഇങ്ങനെയുള്ള വാദ്യോപകരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കൺവെൻഷൻ വേദികളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചെണ്ട ഉപയോഗിച്ചപ്പോൾ വിമർശനങ്ങളുണ്ടായി. ഞങ്ങൾ വിമർശിക്കാനല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് ഗിറ്റാർ വായിക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് ഒരു ചെണ്ട തന്നാൽ വായിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതെനിക്ക് കർത്താവിന് വേണ്ടി ഈ പ്രാവശ്യം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുജക പാസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ഏകദേശം 2000 ഇൻസ്ട്രുമെന്റ്സ് ആണ് അന്നേ ദിവസം ഒരു വേദിയിൽ ഒരുമിച്ച് വായിക്കാൻ വേണ്ടി പോകുന്നത്. അത് വളരെയധികം ഞാനും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളും ഇത് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തും പറയുകയാണ്, നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. നമ്മൾ ദൈവത്തിന് ഒരുമിച്ച് നമ്മൾ ആരാധിക്കും. നമ്മളെ പാസ്റ്റർ കെ തോമസ് അവர்கள் എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒരു പാറയെ പൊട്ടിക്കാൻ 10 പ്രാവശ്യം അടിക്കണമെങ്കിൽ 10ാമത്തെ അടി ആദ്യം അടിക്കാൻ പറ്റില്ല. 1 അടിച്ച് 2 അടിച്ച് 3 അടിച്ച് 4 അടിച്ച് ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന 5ാമത്തെ അടിയാകാം, 6ാമത്തെ അടിയാകാം, 7ാമത്തെ പ്രാവശ്യം പാറ പൊട്ടിക്കാൻ ആൾ വരട്ടെ, നമുക്ക് സന്തോഷം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു റിവൈവൽ കാണും. ഇങ്ങനെയാണോ റിവൈവൽ കൊണ്ടുവരാൻ ചോദിച്ചാൽ നമുക്കറിയില്ല. വി ആർ അറ്റംപ്റ്റിങ്. ഞാൻ നേരത്തെ പോലെ എല്ലാം അറ്റംപ്റ്റാണ്. വചനം നമ്മുടെ വില്യം പേരി എന്നൊരു അഭിഷേകത്തിന് പ്രകാരം പറഞ്ഞു, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. കർത്താവിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുക, വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുക, കർത്താവിനായി വലിയ കാര്യങ്ങൾ ചെയ്യുക. സോ വലിയ സ്റ്റെപ്പുകൾ എടുക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. സോ റിവൈവൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്, പാഷനാണ്. കർത്താവദാസൻ പാസ്റ്റർ ഡെർഫിൻ അവറുകൾ നമ്മളോടൊപ്പം ഉണ്ട്. റിവൈവൽ പല സ്ഥലങ്ങളിലും നടന്നതും അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയെല്ലാം മനസ്സിലാക്കി അതിനെപ്പറ്റി സംസാരിക്കുകയും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനത്തെ ബോധ്യവാന്മാരാക്കുകയും ചെയ്യുവാൻ ദൈവം ഒരു അഭിഷേകത്തെ അദ്ദേഹത്തിൻ്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ നടന്ന ഉണർവ്, അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇത് ഇന്ത്യയുടെ സീസണാണ്, ഇത് നമ്മുടെ സീസണാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. തല തകർന്ന പിശാചിൻ്റെ കാലഘട്ടമല്ല, പിശാചിൻ്റെ തലയെ തകർത്ത യേശുവിൻ്റെ സമയമാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നു. സോ കർത്താവദാസൻ ഡെഫിൻ അവர்கள் നമ്മോട് സംസാരിക്കും.
ഹല്ലേലൂയ സീസൺ 2മായി ബന്ധപ്പെട്ട് ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. നമുക്കെല്ലാവർക്കും ഈ ഒക്ടോബർ മാസം 2-ാം തീയതി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ച് വളരെ പ്രതീക്ഷയോടും അതിന്റെ ഒരുക്കങ്ങളോടൊക്കെ ആയിരിക്കുന്നു. ഇന്നേക്കും 100 വർഷങ്ങൾക്ക് മുമ്പ് വില്യം ജെ സൈമൂർ എന്ന് പറയുന്ന ദൈവദാസൻ, അതായത് പെന്തിക്കോസ്ത് ഉണർവിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന കർത്താവിന്റെ ദാസൻ, ആ ഉണർവ് നടക്കുന്ന സമയത്ത് ഒരു പ്രവചനം ഇങ്ങനെ പ്രവചിച്ചു. ആ പ്രവചനം ഇങ്ങനെയാണ്: 100 വർഷം കഴിയുമ്പോൾ ശക്തമായൊരു പെന്തിക്കോസ്തിന്റെ കൊടുങ്കാറ്റ് ലോകമെമ്പാടും വീണ്ടും അടിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. തീർച്ചയായിട്ടും ഒരു തേർഡ് പെന്തിക്കോസ്റ്റിന് വേണ്ടി ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും തയ്യാറാവുകയും ചെയ്യുകയാണ്. ഫസ്റ്റ് പെന്തിക്കോസ്റ്റ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. സെക്കൻഡ് പെന്തിക്കോസ്റ്റ് 1906, 1910 കാലഘട്ടങ്ങളിലൊക്കെ അസൂസയിലും അതിനെ തുടർന്ന് ലോകത്തെമ്പാടും കണ്ടു. ഇതുവരെ അടിച്ചിട്ടില്ലാത്ത ഒരു കൊടുങ്കാറ്റ് പോലെ, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു അനുഭവം പോലെ ഒരു തേർഡ് പെന്തിക്കോസ്റ്റ് ലോകമെമ്പാടും വെളിപ്പെടും. അതിന്റെ ഒരു ഭാഗമാണ് ഈ മീറ്റിംഗ് എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു ആത്മീയ കൊടുങ്കാറ്റ്, ഒരു തേർഡ് പെന്തിക്കോസ്റ്റ് തിരുവനന്തപുരം പട്ടണത്ത്, കേരളത്തിന്റെ 14 ജില്ലകളിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങൾ, ലോകമെമ്പാടും കർത്താവ് ഈ മീറ്റിങ്ങിനെ ഉപയോഗിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു കർത്താവ് നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് ഇതിനകത്ത് ദൈവകരങ്ങളിൽ ശക്തമായി ഒരു കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടതും ഇന്ന് ഉപയോഗിക്കപ്പെട്ടതുമായ വളരെ പ്രായം ഉള്ള അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ഒരു പുരുഷായുസ് വീട് എന്ന് പറഞ്ഞാൽ 30-40 വർഷം കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് കേരളത്തിൽ നിന്ന് പോയി, ഭാഷ അറിയാതെ, ആൾക്കാരെ പറ്റി അറിയാതെ, സാഹചര്യത്തെ പറ്റി അറിയാതെ, ഭക്ഷണമൊന്നും സൂട്ടാകാതെ ഇരുന്ന ആരംഭകാലത്ത് ഇന്ന് ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്ന ചില അഭിഷിക്തന്മാർ, എല്ലാവരും നമുക്ക് കൊണ്ടെത്താൻ പറ്റില്ല എങ്കിലും ചില അഭിഷിക്തന്മാർ നമ്മുടെ അറിവിൽ വരുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തികൾ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ, ക്രിസ്തുവിന് വേണ്ടി ജയിലിലായിരുന്നവർ, മുറിവേറ്റപ്പെട്ടവർ, ഇങ്ങനെയുള്ള ചില വ്യക്തികളെ ഈ തലമുറയ്ക്ക് ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ പരിചയപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ആ മീറ്റിങ്ങിൽ അവർ ദൈവം അനുവദിച്ചാൽ ആ ദിവസങ്ങളിൽ അവിടെ ആ മീറ്റിംഗിൽ നമ്മളോടൊപ്പം കർത്താവിനെ ആരാധിക്കാൻ കടന്നുപോയി കർത്താവദാസൻ പാസ്റ്റർ അനീഷ് അവരുകൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഇതിനുവേണ്ടി ആക്റ്റീവായിട്ട് കഴിഞ്ഞ വർഷം പോലെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, പ്രത്യേകിച്ച് ഭാരതത്തിലെ ദൈവമക്കൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇന്ത്യക്കകത്ത് ഉണർവെന്നുള്ളത്. അത് ഇപ്പോൾ തന്നെ പലയിടങ്ങളിൽ, പല സ്റ്റേറ്റുകളിൽ അതിൻ്റെ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന കഴിഞ്ഞ വർഷം നടന്ന ഹലാലിൽ വൈകുന്നേരം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയത്തിന് മുമ്പ് വരെ പ്രകൃതിയെല്ലാം വളരെ എതിരായിരുന്നു, വളരെ വിഭിന്നമായൊരു സാഹചര്യമായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അന്തരീക്ഷമെല്ലാം അനുകൂലമായി മാറുകയും മാത്രമല്ല അസാധാരണ ദൈവ സാന്നിധ്യം അവിടെ ആ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുകയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ദൈവമഹത്വം കൊണ്ട് ഭാരതം നിറയുന്ന ഒരു സീസണിലാണ് നാം ആയിരിക്കുന്നത്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനായ യെശയ്യാവ് അദ്ദേഹം താൻ ആത്മീയ ദർശനത്തിൽ ഇങ്ങനെ കാണുന്നു: ദൂതന്മാർ, കോടിക്കണക്കിന് ദൂതന്മാർ രാപ്പകലില്ലാതെ ആരാധിക്കുന്ന സമയം ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ നിറഞ്ഞു. ആരാധന നടക്കുന്ന ഉയരത്തിലാണെങ്കിലും മഹത്വം ഭൂമിയിൽ നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കറിയാം, പുത്തരിക്കണ്ടം മൈതാനത്ത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിവ് പ്രാപിച്ച് ആ യേശുവിന്റെ കുരിശുമരണത്തിന്റെ വിലയായ വിശുദ്ധന്മാർ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുമ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ അസാധാരണമായ ദൈവ മഹത്വത്തിന്റെ നാളുകൾ തുറക്കപ്പെടും. വലിയ ഉണർവുകൾ സംഭവിക്കും. അനേക പ്രിയമുള്ളവരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായ ഉണർവ് സംഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആയിരങ്ങൾ, 10,000-ങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തെ മോദിക്കാം, പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.